ടിൻഡു ദാസാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ടിൻഡു, നമസ്തേ. ഈ ഭൗതിക ശരീരം ഇന്ന് ഉച്ച തിരിഞ്ഞ് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമെന്ന് ഗൗതം പറഞ്ഞു കഴിഞ്ഞു. ഇനി തിരുവനന്തപുരത്ത് നിന്ന് നമുക്കറിയാൻ കഴിയുന്ന എന്തൊക്കെ? അനു, തോമസ് ചെറിയാൻ, വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരം കഴിഞ്ഞ് ഏതാണ്ട് രാത്രിയോടുകൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും പൂർണ്ണമായിട്ടുള്ള സൈനിക ബഹുമതികളോടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഏറ്റുവാങ്ങുക. അതിനുശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ മൃതദേഹം സൂക്ഷിക്കും. അതിനുശേഷം നാളെ രാവിലെയോടുകൂടി പത്തനംതിട്ട ഇലന്തൂരിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം 1 മണിക്കൂർ സമയം വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. അവിടെ നിന്നും പൂർണ്ണ ബഹുമതികളോടുകൂടി വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 56 വർഷങ്ങൾക്ക് ശേഷമാണ് തോമസ് ചെറിയാൻ്റെ കാണാതായ സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം കണ്ടെടുക്കുന്നത്. മറ്റു മലയാളികളും കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇന്ന് ഏതാണ്ട് രാത്രിയോടുകൂടി തന്നെ വീരമൃത്യു വരിച്ച സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കും. അവിടെ നിന്നും സൈനിക ബഹുമതികളോടുകൂടി പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. ഇന്ന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെയാണ് സൂക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പത്തനംതിട്ട എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സൈനിക അകമ്പടിയോടുകൂടി എല്ലാ തരത്തിലുള്ള ആദരവോടുകൂടിയുമാണ് കൊണ്ടുപോകുന്നതാണ് ഇപ്പോൾ നമുക്ക് പാങ്ങോട് നിന്നുമൊക്കെ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വലിയ കാലത്തെ അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലില്ലാത്തൊരു നീണ്ട കാലത്തെ തെരച്ചിലിന് ശേഷമാണ് ഇത്തരത്തിലൊരു വിവരം ലഭിച്ചിരിക്കുന്നത്. 22 വയസ്സായപ്പോഴാണ് അദ്ദേഹം പട്ടാളത്തിലേക്ക് ജോലിക്ക് പോകുന്നത്. അവിടെ വെച്ചും ഹിമാചൽ പ്രദേശിലെ റോങ്ഥാം പാസിൽ വെച്ച് വിമാനാപകടം ഉണ്ടാകിയ 109ഓളം വരുന്ന സൈനികരെ കാണാതാവുകയും ചെയ്യുന്നു. അതിൽ 9 പേരെയാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. എന്തായാലും നിലവിലിപ്പോൾ കൂടുതൽ മലയാളികൾ കൊല്ലം, കരുനാഗപ്പള്ളി സ്വദേശികളൊക്കെ ഉണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചു എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം തിരുവനന്തപുരത്ത് എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു.